ADGP MR കുമാറിന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി. അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിലാണ് വിജിലൻസ് കോടതി നടപടി. അഭിഭാഷകനായ നെയ്യാറ്റിൻകര നാഗരാജുവിന്റെ ഹർജിയിലാണ് കോടതി നിർദ്ദേശം. വി വിനോദ് ചേരുന്നു വിശദാംശങ്ങളുമായി. വിനോദ്, നേരത്തെ വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ട് ഈ MR കുമാറിന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട്. ഈ വിജിലൻസ് കോടതി ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ, അതിനുള്ള ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ടോ? ടോം, വിജിലൻസ് അന്വേഷണത്തെക്കുറിച്ച് തന്നെ നേരത്തെ പരാതികൾ ഉയർന്നിരുന്നു. പ്രധാനമായും 6 മാസമാണ് ഈ അന്വേഷണത്തിന് കാലാവധി നൽകിയത്. അത് FIR രജിസ്റ്റർ ചെയ്യാതെ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഒരു പ്രാഥമിക അന്വേഷണം എന്ന നിലയ്ക്കാണ്. ഈ പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന് തന്നെ എന്തിന് 6 മാസം എന്ന ചോദ്യമാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. ഇതിലെ പരാതിക്കാരൻ PV അൻവറാണ്. PV അൻവർ കഴിഞ്ഞ ദിവസങ്ങളിലെ അദ്ദേഹത്തിന്റെ പൊതുസമ്മേളനങ്ങളിലും വാർത്താ സമ്മേളനങ്ങളിലും ഒക്കെയും വ്യക്തമാക്കിയത് ഇത് ഒരു കോൺസ്റ്റബിളിനെ വിട്ട് അന്വേഷിപ്പിച്ചാൽ മാത്രം മനസ്സിലാകുന്ന കാര്യമാണ്. 33 ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന ഫ്ളാറ്റ് 10 ദിവസം കഴിയുമ്പോൾ 66 ലക്ഷം രൂപയ്ക്ക് വിറ്റു. ഇത് കള്ളപ്പണം വെളുപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ കവടിയാറിൽ നിർമ്മിക്കുന്ന ഈ രാജകൊട്ടാര സദൃശ്യമായ ഭവനം, ഇതിനൊക്കെ ഉള്ള സാമ്പത്തിക ഉറവിടം, അതിന്റെ സാമ്പത്തിക ശേഷി എവിടെ നിന്നാണ് ADGPക്ക് ലഭിച്ചത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ. ഇതിനെന്തിനാണ് 6 മാസത്തെ കാലാവധി എന്നത് പ്രധാനമായും PV അൻവർ ചോദിക്കുന്നു. ഒരു പ്രാഥമിക അന്വേഷണത്തിന് അത്രയും സമയം വേണോ എന്നത് സ്വാഭാവികമായൊരു ചോദ്യവുമാണ്. എന്നാൽ ഇപ്പോൾ ഇത് കോടതിയുടെ തന്നെ നിരീക്ഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. വിജിലൻസ് കോടതിയിൽ നെയ്യാറ്റിൻകര നാഗരാജു, അദ്ദേഹം അഭിഭാഷകനാണ്, അദ്ദേഹമാണ് ഒരു ഹർജി സമർപ്പിച്ചത്. നേരത്തെ ഈ PV അൻവറിന്റെ പരാതി വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ പരാതിയും കോടതിയിലേക്ക് എത്തുകയായിരുന്നു. ഇതിനിടയ്ക്ക് സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ന് വിജിലൻസ് കോടതിയിൽ അന്വേഷണ സംഘം വ്യക്തമാക്കിയത് ഇപ്പോൾ തന്നെ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന കാര്യമാണ്. എന്നാൽ ഈ കോടതിയുടെ ഒരു നിർദ്ദേശം വന്നത് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കണമെന്നതാണ്. അതായത് 6 മാസം എന്ന അന്വേഷണം, അതിനിടയിൽ തന്നെ ഈ തൽസ്ഥിതി റിപ്പോർട്ടുണ്ട്. ഒരു പരിധി കഴിയുമ്പോൾ കുറെ വിവരങ്ങൾ ലഭിക്കും. അത് ഡിസംബർ 12 എന്ന ഒരു തീയതിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഡിസംബറിൽ ഈ ഇടക്കാല റിപ്പോർട്ട്, തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന കാര്യം വിജിലൻസ് കോടതി ഉത്തരവായി പറഞ്ഞിരിക്കുന്നു. അതായത് 6 മാസം എന്ന സമയം വരെ നീട്ടിക്കൊണ്ടു പോകാൻ വിജിലൻസിന് കഴിയില്ല എന്നതാണ്. മാത്രമല്ല, ഈ പരാതിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കോടതിയുടെ നിരീക്ഷണം കൂടി ഈ കേസിന് മേൽ വരികയാണ്. തിരുവനന്തപുരം സ്പെഷ്യൽ യൂണിറ്റ് 1 ഇപ്പോൾ ഈ കേസ് അന്വേഷണം നടത്തുന്നത്. സ്പെഷ്യൽ യൂണിറ്റിലെ SP-യുടെ നേതൃത്വത്തിൽ, അതായത് ഒരു ADGPക്കെതിരെ ഉയർന്ന അനധികൃത സ്വത്ത് സമ്പാദന പരാതി, അത് അന്വേഷിക്കുന്നത് ഒരു SP-യാണ്. അദ്ദേഹത്തെക്കാൾ ഒരുപാട് റാങ്കിന് താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇത് അന്വേഷിക്കുമ്പോൾ തന്നെ അത് ആ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുമോ എന്നതടക്കമുള്ള സംശയങ്ങൾ, അല്ലെങ്കിൽ അത് അങ്ങനെ പോകാൻ കഴിയില്ല, ADGPയിൽ നിന്ന് ഒരു SP-ക്ക് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയില്ല. തീർച്ചയായും, കാരണം അത്തരമൊരു ആക്ഷേപമുണ്ട്. വിജിലൻസ് അന്വേഷണത്തില് ഈ സമയപരിധി 6 മാസത്തോളം സമയപരിധി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഈ MR കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്ന ഒരു ആക്ഷേപം ഒരു വശത്ത്. നേരത്തെ ഈ MR കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെ DGPയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ അന്വേഷണം നടത്തുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത്, മറ്റു പല വിഷയങ്ങളിലും. അവിടെ 1 മാസത്തിനുള്ളിൽ ഈ വിഷയത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ആദ്യം പറഞ്ഞതാണ്. ഇപ്പോൾ 1 മാസം പിന്നിട്ടു എന്നാണ്, ഏകദേശം 1 മാസത്തോളം ആകുന്നു. അതിൻ്റെ അന്വേഷണ വിവരങ്ങൾ എന്താണ്? ഏത് ഘട്ടം വരെ എത്തി? കാരണം നേരത്തെ PV അൻവറിൻ്റെ മൊഴിയെടുത്തു, MR കുമാറിൻ്റെ മൊഴി രേഖപ്പെടുത്തി. ആ കേസുമായി ബന്ധപ്പെട്ട്, ആ പരാതികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു വിനോദ്? ടോം, DGPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം അത് 3-ാം തീയതിയാണ്. അതായത് മറ്റന്നാൾ വരെയാണ് ആ അന്വേഷണത്തിന് നൽകിയിട്ടുള്ള സമയം. 1 മാസ കാലയളവാണ്. ഇതിൽ ഈ സ്വർണ്ണക്കടത്തടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായി ചേർന്നുള്ള പ്രവർത്തനം, പിടികൂടുന്ന സ്വർണം ഈ SP-യും ADGPയും ചേർന്ന് തട്ടിയെടുക്കുന്നു, ഇത്തരത്തിലുള്ള PV അൻവറിന്റെ ആരോപണങ്ങളാണ്. SP സുജിത് ദാസ്, അതോടൊപ്പം തന്നെ ADGP MR കുമാർ, ഇവർ രണ്ടുപേരും ചേർന്ന് ഈ പിടികൂടുന്ന സ്വർണം ഉരുക്കി കഴിഞ്ഞ ശേഷം അതിൽ നിന്ന് വലിയൊരു പങ്ക് ഇവർ തട്ടിയെടുക്കുന്നു. അതിൽ P ശശിക്കും പങ്കുണ്ട് എന്ന തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് നേരത്തെ PV അൻവർ ഉന്നയിച്ചത്. അതിനപ്പുറത്തേക്ക് ഈ സാമ്പത്തിക കാര്യങ്ങൾ, പ്രത്യേകിച്ച് അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിജിലൻസ് അന്വേഷിക്കുന്നതാകും ഉചിതം എന്ന ഒരു നിഗമനത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് പോലീസ് ആസ്ഥാനം പോവുകയായിരുന്നു, DGP പോവുകയായിരുന്നു. അതിന് പിന്നാലെയാണ് DGP
മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് ശുപാർശ നൽകിയത്. വിജിലൻസ് അന്വേഷണം ആകും നല്ലത് എന്ന നിലയ്ക്കുള്ള ശുപാർശ നൽകിയത്. രണ്ടും രണ്ട് അന്വേഷണമാണ്. ഈ ശുപാർശയിൽ മേലും സർക്കാർ തീരുമാനമെടുത്തു. വിജിലൻസ് അന്വേഷണത്തിന് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കി. പക്ഷെ അവിടെയാണ് ഈ പ്രാഥമിക അന്വേഷണം FIR രജിസ്റ്റർ ചെയ്യുന്നില്ല. DGPയുടെ അന്വേഷണത്തിലും FIR രജിസ്റ്റർ ചെയ്തുള്ള ഒരു അന്വേഷണമല്ല. ഈ രണ്ട് അന്വേഷണങ്ങളിലും ADGPക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന് വേണ്ടി മാത്രം 6 മാസം വരെ സമയം കൊടുത്തു. ഇതാണ് വിമർശന വിധേയമാകുന്നത്. ഈ സബ് രജിസ്ട്രാർ ഓഫീസ് വരെ പോയാൽ തന്നെ കൃത്യമായി ഇതിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഫ്ളാറ്റ് മറിച്ച് വിട്ടതടക്കമുള്ള കാര്യങ്ങൾ എന്താണ് എന്നത് വ്യക്തമാകും. അങ്ങനെ ഒരു നിലയിരിക്കും. ഒരു കോൺസ്റ്റബിളിനെ കൊണ്ട് അന്വേഷിപ്പിച്ചാൽ മതി. അങ്ങനെയാണ് PV അൻവർ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു ഉദ്യോഗസ്ഥനെ വിട്ട് ആ ഓഫീസിൽ ചെന്ന ഈ രേഖകൾ പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് 33 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഫ്ളാറ്റ് 10 ദിവസം കഴിയുമ്പോൾ 66 ലക്ഷം രൂപയ്ക്ക് വിറ്റത് എന്നത് മനസ്സിലാക്കാൻ കഴിയും. അവിടെയാണ് ഇപ്പോൾ ഈ കോടതിയുടെ ഒരു ഇടപെടൽ വരുന്നത്. 6 മാസം എന്നത് കോടതി അങ്ങനെ ഒരു സമയമുണ്ടെങ്കിലും ഇടക്കാല റിപ്പോർട്ട് കോടതി ആവശ്യപ്പെടുന്നു. തൽസ്ഥിതി റിപ്പോർട്ട് ഡിസംബറിൽ സമർപ്പിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് കോടതി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട MR അജിത്കുമാറിനെതിരായ കേസിലാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.